ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് ഭരണം നിർവഹിക്കുമ്പോഴും രാജ്യത്തിന്റെ ഇതര സമുദായങ്ങൾക്ക് അവരുടെ കസ്റ്റമറി ലോ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം മതേതര കാഴ്ചപ്പാടിന്റെ വലിയ ഉദാഹരണമാണ്. എന്തിനു പറയണം, ഔറംഗസീബിന്റെ കാലത്ത് 12ഓളം ക്ഷേത്രങ്ങൾ രാജാവിന്റെ റോയൽ ഗ്രാൻഡ് കൈപ്പറ്റിയെന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. വർഷങ്ങൾക്ക് ഇപ്പുറവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക വാസ്തുവിദ്യാ രംഗത്ത് അഭിമാനമായി മാറിയിരുന്നത് മുഗൾ കാലഘട്ടത്തിലെ നിർമ്മിതികൾ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യുനെസ്കോയുടെ ലോകാത്ഭുത പട്ടികയിൽ 7ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച താജ്മഹൽ എന്ന മനോഹര നിർമ്മിതി. ബുലന്ദ് ദർവാസും ഫത്തേപൂർ സിക്രിയും റെഡ് ഫോർട്ടും ആഗ്ര ഫോർട്ടും ഇതിലെ പ്രധാന നിർമ്മിതികളിൽ പെട്ടതാണ്. എന്നാൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം പാർലമെന്റിന് മുമ്പാകെ സമർപ്പിച്ച രേഖകൾ പ്രകാരം വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണവും അതിലൂടെ രാജ്യത്തിന് ലഭിക്കുന്ന സമ്പത്തിന്റെ വണ്ണവും അത്ര വേഗം മുഗൾ സംഭാവനകളെയും സംസ്കാരത്തെയും നിർമ്മിതികളെയും അവരുടെ ചരിത്ര ശേഷിപ്പുകളെയും മറവിക്ക് വിട്ടുകൊടുക്കൽ അസാധ്യമാണെന്ന് ഊന്നിപ്പറയുന്നു.